ടീച്ചേഴ്സ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോറോയിങ് മെത്തേഡിനെ കുറിച്ചിട്ടാണ്. ബോറോയിങ് മെത്തേഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം നമ്മൾ ഈ അബാക്കസ് ടൂള് എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയാലും അത് സിമ്പിളായിട്ട് കുറഞ്ഞ ടൈം കൊണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് അബാക്കസ് ടൂള്. ഇപ്പോൾ ഓർമ്മിക്കാം, നമുക്ക് ഇത് വൺസാണ്, ടെൻസാണ്, 100, 1000 അങ്ങനെയാണ് നമുക്ക് ഈ പ്ലേസ് വാല്യൂസ് ആവശ്യം. ലാസ്റ്റ് നമ്മൾ ആൻസർ കിട്ടിയ സമയത്ത് അത് വായിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാത്ത സമയം നിങ്ങൾ ഓർമ്മിക്കുക, നിങ്ങൾക്ക് ഏത് റോഡിൽ നിന്നാണോ ചെയ്യുന്നത്, അതായത് നമുക്കിപ്പോൾ 1 ഡിജിറ്റിൻ്റെ ക്വസ്റ്റ്യൻ വരാം. ബോറോയിങ്ങിൻ്റെത് 2 ഡിജിറ്റ് വരുന്നുണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5. നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ആയാലും ചെയ്യാൻ പറ്റും, എത്ര ഡിജിറ്റ് ആയാലും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ചെയ്യുന്ന റോഡ് 1സും അതിന് തൊട്ട് ലെഫ്റ്റ് വരുന്നത് 10സും അതിന് ശേഷം വരുന്നത് ലെഫ്റ്റ് സൈഡിൽ വരുന്നത് 100 ആണെന്ന് ഓർമ്മിക്കാം. ഇപ്പോൾ അതായത് നിങ്ങൾ 4 ഡിജിറ്റാണ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 2 3 4 ഇവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന ഈ റോഡ്. അപ്പോൾ 1 സൈഡ് സങ്കല്പിക്കുക, അതിൻ്റെ ലെഫ്റ്റ് വരുന്നത് 10s പിന്നെ 100. ആ രീതിയിൽ എന്ത് ചെയ്യുക, മൈൻഡ് സെറ്റ് ചെയ്യുക. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ടിപ്സ്. കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളിത് 1000 പ്രൈസ് അല്ലേ, ഇത് 10,000 അല്ലേ, ലാക്കല്ലേ എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുന്ന റോഡ് ഏതാണോ നിങ്ങൾ ചെയ്യുന്ന റോഡ് അത് 1s പ്ലേസും അതിന് തൊട്ട് വരുന്ന ലെഫ്റ്റ് വരുന്നത് 10സും പിന്നെ വരുന്നത് 100 ആണെന്ന് ഓർമ്മിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2 ഡിജിറ്റിൻ്റെതാണ്. അതിന് 1 ഡിജിറ്റ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് ബൈസ് തീരെ അറിയില്ല, നമുക്ക് ഇക്വേഷൻസ് എല്ലാവർക്കും അറിയില്ലേ, അതായത് സ്മോൾ ഫ്രണ്ട് അഡീഷൻ, സ്മോൾ ഫ്രണ്ട് സബ്ട്രാക്ഷൻ, ബിഗ് ഫ്രണ്ട് അഡീഷൻ, കാരണം നമുക്ക് അഡീഷനും സബ്ട്രാക്ഷൻ വരുന്ന സമയത്ത് ഇക്വേഷൻ കോമ്പിനേഷൻ ഇക്വേഷന് നിങ്ങൾക്ക് തറവായിരിക്കണം. പിന്നെ അതിന് ട്രിക്ക് ഉണ്ട്, അത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ എന്ത് ചെയ്യാം, അതിൻ്റെ ക്ലാസ് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ നോക്കാം. നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ 46 ലെസ് 55 ആഡ് 33 ആൻഡ് 97 ലെസ് 36 ആഡ് 28. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, ബുക്കിലേക്ക് എഴുതുക. ഇന്ന് ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് എത്ര ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. എക്സാമിന് ടെൻഷൻ ഇല്ലാതിരിക്കാൻ മാക്സിമം, കാരണം കൂളായിരിക്കുന്നത് മൂലം ടെൻഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് മിസ്റ്റേക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. ടെൻഷൻ ഇല്ലാതെ എന്ത് ചെയ്യുക, ഫ്രീ മൈൻഡ് ആക്കുക. അപ്പോൾ നോക്കാം, ആഡ് 46. അപ്പം 2 ഡിജിറ്റ് ആയതുകൊണ്ട് ഇതാണ് 1s പ്ലേസ്, ഇത് 10s പ്ലേസ് ആണ്. 46 ലെസ് 55. ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് 45 ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 55 ലെസ് ചെയ്യാൻ പറ്റില്ല. ചെറിയ നമ്പറിന് വലിയ നമ്പർ നമുക്ക് ലെസ് ചെയ്യാൻ പറ്റാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യും, ബോറോ ചെയ്യും. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ബോറോയിങ് ക്വസ്റ്റ്യനാണ് വരുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലെസ് 55 വേണം. നമുക്കിവിടെ ലെസ് 55 ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ 100 പ്ലേസിൽ എന്ത് ചെയ്യും, ഒരു ബീഡ് ബോറോ ചെയ്യും. പക്ഷേ അത് നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, എവിടെയെങ്കിലും എന്തെങ്കിലും ഈ സൈഡ് നമ്മുടെ റൈറ്റ് സൈഡോ അല്ലെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡോ എന്ത് ചെയ്യുക, അത് മാർക്ക് ചെയ്ത് വെക്കണം. ഏറ്റവും ബെറ്റർ നമ്മളെ ലെഫ്റ്റ് സൈഡ് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യാം. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഓർമ്മിക്കണം, ലാസ്റ്റ് വരുന്നത് ഡോട്ട് വരുന്നത് 100 ആയിരിക്കും, പിന്നെ 10s പിന്നെ 1s. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സെറ്റാക്കണം. അല്ലെങ്കിൽ അപ്പർ സൈഡാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 100 പ്ലേസിൽ ഇപ്പോൾ ഒരു 100 ബോറോ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് അവിടെ മാർക്ക് ചെയ്തു. ഇനി എനിക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് 55 ലെസ് ചെയ്യാൻ പറ്റും. 55 ലെസ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് 5 ലെസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞു നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇനി ഇത് 1s പ്ലേസ് ആണ്, ഇത് 10s 100 ആണെന്ന് ഓർമ്മിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 5 ലെസ് ചെയ്യണം. 55 ഇവിടുന്ന് 5 ഇവിടുന്ന് 5 ആണ് ലെസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുന്ന് 5 ലെസ് ചെയ്യാൻ കഴിയില്ല. അപ്പം ലെസ് 10 ആഡ് 5, അതായത് ലെസ് 100 50 ആണ് ചെയ്തത്. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് 1s പ്ലേസ് ആണ്, ഇത് 10s പ്ലേസ് ആണ് ഓർമ്മിക്കുക. ലെസ് 5 ചെയ്തു. ഇനി ഇവിടുന്ന് 1s പ്ലേസിൽ നിന്ന് 5 ലെസ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്നത് ആഡ് 33 ആണ്. ആഡ് 33 നമുക്ക് ഇവിടെയാണ് 3 ആഡ് ചെയ്യേണ്ടത്. ഡയറക്റ്റ് ആഡ് 3 ചെയ്യാൻ കഴിയില്ല, സ്മോൾ ഫ്രണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബിഗ് ഫ്രണ്ട് അഡീഷൻ വരും. ആഡ് 10 ലെസ് 7 ചെയ്യണം. ഇവിടെ 3 ആഡ് ചെയ്യാൻ ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ആഡ് 3.
33 ആഡ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് 97 ആണ്. 97 എന്ന് പറയുന്നത് ആഡ് 9. ഇവിടെ ഡയറക്റ്റ് നമുക്ക് 9 ആഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് 9 ബിഗ് ഫ്രണ്ട് അഡീഷൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ആഡ് 10 ലെസ് 1. 7 ആഡ് ചെയ്യാൻ ഡയറക്റ്റ് 7 ഇവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ആഡ് 10 ലെസ് 3. ഇനി നമുക്ക് വരുന്ന ക്വസ്റ്റ്യനാണ് ലെസ് 36. ലെസ് 36 ആണ് ഇനി ചെയ്യേണ്ടത്. ലെസ് 36 എന്ന് പറയുമ്പോൾ ഇവിടെ ലെസ് 3 ചെയ്യണം. നമുക്ക് ഡയറക്റ്റ് ലെസ് 3 ചെയ്യാൻ പറ്റില്ല, 5ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം ലെസ് 10 ആഡ് 7. ഇനി ഇവിടുന്ന് 6 ലെസ് ചെയ്യണം. ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് 6 ലെസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ലെസ് 10 ആഡ് 5 ലെസ് 1. അതായത് ലെസ് 10 ആഡ് 4 ചെയ്തു. ഇനി ആഡ് 28 ആണ് ലാസ്റ്റ് വരുന്നത്. ആഡ് 28. അപ്പോൾ ഇവിടെ 2 ആഡ് ചെയ്യണം, ഇവിടെ 8 ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് 10 ലെസ് 8. ഇവിടെ 2 ആഡ് ചെയ്തു. ഇവിടെ 8 ആഡ് ചെയ്യാൻ ഡയറക്റ്റ് 8 ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആഡ് 10 ലെസ് 5 ആഡ് 3. അതായത് ആഡ് 10 ലെസ് 2 ചെയ്തു. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 213 ആണ്. പക്ഷേ ഓർമ്മിക്കുക, ഇനി ശ്രദ്ധിക്കണം. പൊതുവേ എല്ലാവരും വരുത്തുന്ന മിസ്റ്റേക്ക് വേഗം ഡയറക്റ്റ് ആൻസർ എഴുതി കൊടുക്കും. നമ്മൾ ബോറോ അവിടെ ചെയ്തിട്ടുള്ള ഒരു 100 ഉണ്ട്. ഈ 100 ഈ കിട്ടിയ ആൻസറിന് ലെസ് ചെയ്യാനായിട്ട് നമ്മൾ കടം വാങ്ങിച്ചതാണ് അല്ലേ. 100 നമ്മൾ കടം വാങ്ങിയതാണ്, അത് നമുക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഈ 100 തിരിച്ചു കൊടുക്കാനുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കിട്ടിയ ആൻസർ ഉണ്ട്. ഇവിടെ നമുക്ക് 200 ഉണ്ട്. അപ്പോൾ 100 ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ലെസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് ഒരു 100 ലെസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കി കൊടുക്കുക. ഇനിയാണ് നമ്മളെ ആൻസർ. അതായത് 113 ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ വരിക.